ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ആച്ചിൻ്റെ 3 പെങ്ങന്മാരുണ്ട് കേട്ടോ, കാസർഗോഡ് കെട്ടിച്ചയച്ചതല്ലേ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയറും ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ വന്നിട്ടാട്ടോ ഉള്ളത്. അങ്ങനെ ഇതാ നമ്മൾ കണ്ണൂരിൽ തന്നെ MR ബേക്കറിയിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അവർക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനുണ്ട്. അങ്ങനെ കയറിയതാണ്. 280 1 kg. Aman, aman, aman. Ada apa nih mulai? Kopinya ada? Biscuit. Ada dokunya? Ya. Anda? Mimi alladi. Agak atipayam. സത്യം പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൻ്റെ അതേ സമയത്തായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ആച്ചി ഉപ്പാനോട് പറഞ്ഞ് നമുക്ക് ഈ ബൈക്കിൽ തന്നെ അങ്ങോട്ടേക്ക് പോയാലോ, അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉപ്പ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ പോവാം. അങ്ങനെ ഉപ്പയമ്മയും ഒരു ബൈക്കിലും ഞാനും ആച്ചിയും മക്കളും ഒരു ബൈക്കിലാട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ ഇച്ചൂസ് പഠിച്ച സ്കൂളാണ്. ഫസ്റ്റ് LKG UKG പഠിച്ചതാട്ടോ, ശ്രീപുരം പള്ളിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാസർഗോഡ് മെയിൻ കാസർഗോഡല്ല, കാനങ്ങാട് കഴിഞ്ഞിട്ട് ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ആച്ചി ഭയങ്കര പൂക്ക് കുറവാട്ടോ, ആച്ചയായാലും ബ്രദേഴ്സായാലും എല്ലാവരും പൂക്ക് കുറവാണ്. കാരണം അവരുടെ വർക്ക് കാര്യങ്ങൾ അങ്ങനെയാണെന്നല്ല, രാവിലെ ജനറേറ്റർ അടിച്ചാൽ വൈകുന്നേരം ജനറേറ്റർ ഓഫാക്കണം. ആ സമയത്തിനുള്ളിൽ തിരിച്ചെത്താനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പോകുന്ന വയ്ക്കുന്നത് ഒരു തട്ടുകട കണ്ടിട്ട് അവിടെ കയറിയിട്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഉപ്പാക്കും ജ്യൂസിനെല്ലാം നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതാ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മയിപ്പം നമ്മളെക്കാളും മുമ്പിലേക്ക് വിട്ടോ വണ്ടി. അപ്പോൾ ഇതാ ചെറിയൊരു മഴൻ്റെ കോളലുണ്ട്. നമ്മൾ കണ്ണൂരിൽ അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു, കാസർഗോഡ് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ ഈ മഴയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ ആട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ആകാശമെല്ലാം കണ്ട നല്ല കാറൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആച്ചനോട് പറയല, കുട്ടികളുണ്ടല്ലോ ഇച്ചൂസും ഐബൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എവിടേക്ക് കയറി നിന്നേ സൈഡായേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നേക്ക് എവിടെയും മഴ ഉണ്ടായിട്ടില്ല കേട്ടോ, ഭയങ്കര വെയിലും കാര്യങ്ങളാണ്. അങ്ങനെ വള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഇതാ നല്ലൊരു മഴ പാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ വണ്ടി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഹോട്ടലിൻ്റെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തി കേട്ടോ. ഐബക്കാണെങ്കിൽ രാവിലെ എണീച്ചുകൊണ്ട് തന്നെ നല്ല ഉറക്കാട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി വിട്ടേട്ടാ. അപ്പോൾ പിന്നെയും കുറച്ച് അങ്ങോട്ട് ദൂരത്തെത്തിയപ്പോൾ നല്ല മഴ പെയ്തട്ടോ. 8-ൻ്റെ പണിയാണ് കിട്ടിയിട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ ആച്ചനോട് പറയലാണ്, എന്തിനാ വന്നേ, ട്രെയിനിൽ തന്നെ പോകാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇതെല്ലാം ഒരു രസമല്ലേ, മക്കൾക്ക് എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു തലന്റെ ഉള്ളിലാവും കൈയിടുന്നേ, പിന്നെ അവിടെ തന്നെ ഇടുന്നേ. അതിൻ്റെ ഇടയിൽ ഇതാ ഇബക്ക് ഫ്രൂട്ടി കുടിക്കലാന്ന് കേട്ടോ. നേരത്തെ MR ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വണ്ടിയിൽ വെച്ചത്, ഇവനെ കാണിക്കാണ്ട് വെച്ചാട്ടോ. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവനെ ഒരു ഫുഡും കഴിക്കൂല. ഇതന്നെയാണ് പരിപാടി, ഫ്രൂട്ടി ഐസ്ക്രീം അങ്ങനത്തെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നേരത്തെ ഹോട്ടലിൽ പോയ സമയത്ത് അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കുടിച്ചിട്ട് അവൻ വയറ് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കാനങ്ങാട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വേഗം എത്തും കേട്ടോ. കാനങ്ങാട് എത്തിക്കന്നെ പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഒരുപാട് പോകാനുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ ആയി കേട്ടോ ഇങ്ങനെ ബൈക്കിൽ വരാത്ത, ഇത്ര ലോങ് ആയിട്ടൊന്നും എവിടെയും പോകാറില്ല, വെറും ടൗണിൽ മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ ഇത് നമ്മൾ കാനങ്ങാട് എത്തിയത് പെട്ടെന്നായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂട് കാര്യങ്ങളും. ഫസ്റ്റ് നമ്മൾ പോകുന്നത് കണ്ണൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത ഒരു പങ്കാളിയുണ്ട്, ഇപ്പോൾ അടുത്ത് മാറിയതാട്ടോ. ആ പെങ്ങളെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നാസ്തൊക്കെ കഴിച്ചിട്ട് ബാക്കി 2 പെങ്ങന്മാരാട്ടോ. 2 അടുത്തടുത്ത് തന്നെയാണ്, 3 പേരും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എത്തിയപാടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത്. നല്ല ദോശയും ചിക്കൻ കറിയും, ഉപ്പയും ഉമ്മയും ചിക്കൻ കൂട്ടില്ലല്ലോ, അപ്പോൾ അവർക്ക് ചെറുപയർ കറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്.
കത്തി കട്ട് വെജിറ്റബിൾസ് കട്ട് കട്ട് അത് സ്പൂണല്ലേ ഇപ്പോ സ്പൂണല്ലേ അതായത് കട്ട് ടൊമാറ്റോ കട്ട് ചെയ്യും ഇത് ഈ കത്രിക എടുക്ക് കത്തി എടുക്ക് എടുക്ക് ഇത് കട്ട് ചെയ്താ ക്യാരറ്റ് എടുത്തു ക്യാരറ്റ് എടുത്തു അയ്ബോ ക്യാരറ്റ് എടുത്തു അപ്പോൾ ഇതാ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണൂർ എത്താനുള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് വേഗം നാസ്തെല്ലാം ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് കുട്ടികളാണെങ്കിൽ ഇതാ ഇച്ചൂസ് ഐബക്കും പങ്ങളെ കുട്ടിയായിട്ട് പുറത്തുനിന്ന് നല്ല ടോയിലെല്ലാം കളിയാട്ടോ. അവയ്ക്ക് ഈ ഒരു പങ്ങൾക്ക് ഒരു മോളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത പങ്ങളെ വീട്ടിലാണ്, കാരണം മൂന്നാമത്തെ ഇത്താത്തേട്ടോ അച്ഛൻ്റെ ആ ഒരു പങ്ങളെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 5 മിനിറ്റ് ഓടാനുള്ളൂ. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഐബക്കും ഇച്ചൂസ് ഇതാ അവരായിട്ടെല്ലാം കളിക്കുന്നുണ്ട്. സാറ്റർഡേ സമയത്ത് വന്നതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വന്നുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾ മദ്രസയിലും എല്ലാം അവരെ കാണാൻ പറ്റി. പിന്നെ ഇത്താത്ത ഏതെങ്കിലും സ്കൂൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അന്ന് ലീവ് വന്നു കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരോടും വർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങലാട്ടോ. ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊന്നും ഒന്നിച്ചില്ല, കുടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ ഇതാ അടുത്ത പങ്ങളെ വീട്ടിലേക്കാട്ടോ. ഇത് രണ്ടാമത്തെ ഇത്താത്തയാട്ടോ. കാരണം ഇവർ രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് കുറേ വർഷമായിട്ടോ, ഏകദേശം ഒരു 16, 17, 18 വർഷമായി. നമ്മുടെ ഭാബി വണ്ടിയിൽ കയറുകയാണ്. ഈ ഒരു പെങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാങ്ക് കാര്യങ്ങളായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. 4 പെമ്മക്കളാണ്. മാഷാള്ള നല്ല അടിപൊളി പൊളി പിള്ളേരാട്ടോ. അപ്പോൾ നമ്മൾ കുറേ വർത്തമാനമെല്ലാം പറഞ്ഞ് പിന്നെ ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഫസ്റ്റ് വന്ന പെങ്ങളെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ട് ഇവിടെ തന്നെയാട്ടോ ചോറും. അപ്പോൾ ഇതാ നല്ല നെയ്ച്ചോറും നല്ല ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫ് കറിയും ചിക്കൻ കറിയും സാലഡും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കൈപ്പുണ്യാണ് കേട്ടോ ഈ ഒരു പെങ്ങൾക്ക്. അപ്പോൾ ഇതാ ഇച്ചൂസിൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോൾ അവനെ എടുക്കലാട്ടോ ഈ ഒരു വീഡിയോ. അവനെന്നെ എടുത്ത് അവനെന്നെ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്താന്ന്. അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൽ. അങ്ങനെ നമ്മൾ പെരുന്നാളിൽ എന്തോ ഇപ്രാവശ്യം എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വരുന്നവരെ 2 ദിവസം മുന്നേ നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പെങ്ങളിങ്ങനെ പറയില്ല, നിങ്ങൾ അവിടെ നല്ല കാസർഗോഡ് നല്ല ഷോപ്പുണ്ട്, നല്ല കളക്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് എടുത്തുകൂടെ എന്നല്ല. അപ്പം നമ്മൾ പറഞ്ഞ് ഇനി നമുക്ക് നോക്കാം പോകുമ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പോവാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതൊരു 4:30 ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആച്ചി പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4:30 ആകുമ്പോൾ കണ്ണൂർ എത്തണം എന്നാണ്. പക്ഷേ എന്തായാലും ഒരു വൈക്ക് പോയിക്ക് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ, എപ്പെങ്കിലും കൂടി വരുന്നതല്ലേ. അപ്പോൾ ഇതാ ചായ കുടിക്കുന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വയറ് ഫുള്ളായിട്ട് കേട്ടോ. നമ്മൾ പറപ്പിച്ച് വിട്ടോ വണ്ടി. അങ്ങനെ നമ്മൾ കണ്ണൂരിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ്. അങ്ങനെ നമ്മൾ MR റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി. നല്ല ട്രാവൽ ചെയ്തിട്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല മഴയും പിന്നെ അവിടുത്തെ മസാല ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. സൂപ്പറാ ഇഷ്ടേ. അങ്ങനെ നമ്മളിതാ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞിട്ട് താഴെ MRൻ്റെ താഴെലാട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വഴിയിലൂട്ടെ കേട്ടോ പോകേണ്ടത്, ബേക്കറിൻ്റെ ഉള്ളിലൂട്ടെ നമ്മൾ പോകേണ്ടത്. രണ്ടാളും ഈ MR ബേക്കറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഐബക്ക് ഫസ്റ്റ് പോവാം ഇതാ കിൻഡർ ജോയിൻ്റെ സെക്ഷനിലേക്കാണ്. ഇച്ചൂസാണെങ്കിൽ എന്തെങ്കിലും ബബ്ലിക്കും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവനിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടോ അവനുള്ളത്. അങ്ങനെ നമ്മൾ സിറ്റിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. സിറ്റിയിൽ ജെൻസിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് വെറുതെ ഒന്ന് അവിടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി കേട്ടോ. ഒരു കൂറനെ കണ്ടിച്ചാട്ടാ തൂയി എന്നാണ് പറയുന്നത്. അപ്പം കൂറക്ക് തൂയി എന്നാട്ടോ പറയുക. അത് നമ്മളിതാ ഈ ഒരു ഷോപ്പിലാട്ടോ വന്നിട്ടുള്ളത്. ആച്ചി എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ.